തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങളെത്തുന്ന സ്ഥലങ്ങളിൽ ഒന്നാമതാണ് ശംഖുമുഖം ബീച്ച്. ബീച്ചിലെ തീരശോഷണത്തെക്കുറിച്ചും കടലാക്രമണത്തെക്കുറിച്ചും നിരന്തരം സംസാരിച്ചതുമാണ്. എന്നാൽ അധികൃതരുടെ അനാസ്ഥ കൊണ്ട് മാത്രം നശിച്ചു പോകുന്നവയുമുണ്ട്. വട്ടക്കുളം എന്നറിയപ്പെട്ടിരുന്ന കുളത്തെക്കുറിച്ചാണ് പൊതുജനം കഴുത LSR പറയാൻ പോകുന്നത്. വരൾച്ചയുടെ കാലത്തും വറ്റാതിരുന്ന ശുദ്ധജലവാഹിനിയെന്ന് കുളത്തെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് കുളത്തിൻ്റെ അവസ്ഥ ശോചനീയമാണ്. ശംഖുമുഖം ബീച്ച് തിരുവനന്തപുരത്തെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇവിടുത്തെ കൽമണ്ഡപവും കുളവുമൊക്കെ ഒരു കാലഘട്ടത്തിന്റെ ശേഷിപ്പ് കൂടിയാണ്. പക്ഷേ ഇവയെല്ലാം കൃത്യമായ രീതിയിൽ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ? ഇല്ല എന്നാണ് ഉത്തരം. ഒരു കാലത്ത് ആറാട്ട് ചടങ്ങുകളുടെ ഭാഗമായിരുന്നു വട്ടക്കുളം എന്നറിയപ്പെട്ടിരുന്ന ചക്രതീർത്ഥക്കുളം. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് നിർമ്മിക്കപ്പെട്ടതാണെന്ന് കരുതുന്ന ചരിത്രശേഷിപ്പ്. എന്നാൽ ഇന്ന് കാടുമൂടി ദുർഗന്ധം വമിച്ച് മാലിന്യ നിക്ഷേപ കേന്ദ്രമായി ഈ ജലാശയം മാറിയിരിക്കുന്നു. പലർക്കും ഇങ്ങനെയൊരു സ്മാരകം ഇവിടെയുണ്ടോ എന്നതുപോലും സംശയമാണ്. വേസ്റ്റ് കംപ്ലീറ്റ് ഇവിടെയാണ്. മദ്യക്കുപ്പികളും അതും ഇതും എല്ലാം ഇതാണ്. ഒരു 100 വർഷത്തിൽ പരം പഴക്കമുള്ളതാണ്. ഇവിടെ ആർക്കും വരാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. നന്നാക്കിയെടുത്ത് ഇത് ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളാണ്. രാജാവിൻ്റെ ഭരണകാലത്തൊക്കെ ഇത് ഉപയോഗിച്ച സാധനങ്ങളാണ്. ഇപ്പോൾ ആരും ഇതിൽ തിരിഞ്ഞു നോക്കണില്ല. ഏറ്റെല്ലാം തകർന്ന് കിടക്കുകയാണ്. കാരണം ഇത് ചുറ്റും ഈ അവസ്ഥയാണ്. കുളത്തിന്റെ സംരക്ഷണ മതിലും ഗേറ്റുമടക്കം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ചരിത്രശേഷിപ്പുമായി ബന്ധപ്പെട്ട ഒരുവിധ അടയാളങ്ങളോ രേഖപ്പെടുത്തലുകളോ ഇല്ല. രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി കുളം മാറിയതോടെ ഈ ഭാഗത്തേക്ക് വിനോദസഞ്ചാരികളോ പ്രദേശവാസികളോ പോകാതായി. ഒരു സുരക്ഷാ മുന്നറിയിപ്പോ സ്ട്രീറ്റ് ലൈറ്റോ കുളത്തിന്റെ പരിസരത്ത് എവിടെയുമില്ല. ശംഖുമുഖം ബീച്ചിലേക്കുള്ള നടപ്പാതയ്ക്ക് സമീപമായതിനാൽ അപകട സാധ്യതയും കൂടുതലാണ്. പണ്ട് ശംഖുമുഖത്തൊക്കെ ആറാട്ട് ഇങ്ങനെ വരുമ്പോഴത്തേന് ഈ കുളമൊക്കെ നല്ല വൃത്തിയാക്കിയൊക്കെ ഇട്ടിരിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞാൽ ഇങ്ങനെ കാടും ഇതെല്ലാം ഇങ്ങനെ ആയി കിടക്കണ, വൃത്തി ഇതില്ലാതെ കിടക്കണോണ്ട് കാണുമ്പോഴത്തേന് അതൊരു നമ്മൾ കണ്ട സമയത്തുള്ള ഇതെല്ലാം തോന്നുന്നുണ്ട്. ഇത്രയും ടൂറിസ്റ്റ് ആൾക്കാർ വരുന്ന സ്ഥലമില്ല, അപ്പോൾ അത് വൃത്തിയാക്കണത് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ആവശ്യമാണ്. അങ്ങനെ എല്ലാവർക്കും ആരാ വന്നാലും അവർക്കൊന്ന് കാണുമ്പോഴത്തേന് ഒരു കൗതുകമല്ലേ ആൾക്കാർക്ക് എല്ലാവർക്കും. ഇത്രയും ചരിത്ര വസ്തുക്കളെല്ലാം നമ്മൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ അത്യാവശ്യ നമ്മുടെ പൈതൃകത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണല്ലോ. അപ്പോൾ അത് എന്തായാലും സംരക്ഷിക്കപ്പെടണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. നമ്മുടെ അടുത്ത ജനറേഷന് ഇതൊരു മുതൽക്കൂട്ടായിരിക്കും ക്ലീൻ ചെയ്തെടുക്കാൻ. ഒരു കാലത്ത് പ്രദേശത്തെ പ്രധാന ജലസ്രോതസ് കൂടിയായിരുന്നു ഈ കുളം. കടലിന് തൊട്ടടുത്തായിട്ടും വെള്ളത്തിൽ ഉപ്പുരസമില്ലെന്ന പ്രത്യേകതയുമുണ്ട്. വരുംകാലത്തും ജലസ്രോതസ്സായി കുളം ഉപയോഗിക്കാവുന്നതേയുള്ളൂ. പക്ഷേ ഇതിങ്ങനെ നശിക്കുന്നത് അധികൃതരുടെ ശ്രദ്ധയിൽ പെടുന്നില്ലെന്ന് മാത്രം. ഇതുപോലൊരു നിർമ്മിതി ഇനി ഉണ്ടാകുമോ എന്നുള്ളത് സംശയമാണ്. തൊട്ടടുത്തുള്ള ആറാട്ടുമണ്ഡപം തീരശോഷണം മൂലം നാശത്തിന്റെ വക്കിലാണ്. അതുപോലെ തന്നെ പൊതുജനങ്ങളുടെയും അധികൃതരുടെയും ശ്രദ്ധക്കുറവ് മൂലം ഈ ചരിത്ര സ്മാരകവും ഇല്ലാതാകുന്നു. ക്യാമറമാൻ അഭിലാഷിനോടൊപ്പം മേഘ്ന മുരളി, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.